Now we shall discuss the performance of contract of sale, and this is given in section 32 of the Sale of Goods Act 1930. And performance of contract consists of two parts. The first part is seller's duty to deliver the goods. Then the second part, buyer's duty to accept the goods and pay the price. സെയിലിൻ്റെ പെർഫോമൻസ് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത് എന്താ? സെല്ലേഴ്സ് ഡ്യൂട്ടി ടു ഡെലിവർ ദി ഗുഡ്സ്. സെല്ലർ ബയർക്ക് സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്നു. ബയർ കൈമാറ്റം ചെയ്ത് കിട്ടിയ സാധനങ്ങളുടെ വില അല്ലെങ്കിൽ പ്രൈസ് പേ ചെയ്യുന്നു. അതോടുകൂടി ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഫുള്ളി പെർഫോംഡ് ആകും. ഇപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത് സെക്ഷൻ 32-ൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിൽ പെർഫോം ആകണമെങ്കിൽ എന്താ? ദി സെല്ലർ ഡ്യൂട്ടി ടു ഡെലിവർ ദി ഗുഡ്സ്. അപ്പം ആദ്യത്തേതാണ് ഡെലിവർ ദി ഗുഡ്സ്. ഗുഡ്സ് ഡെലിവർ ചെയ്യുക. ഡെലിവറി ഓഫ് ദി ഗുഡ്സ് സോൾഡ് ബൈ ദി സെല്ലർ. ഇനി ഈ ഡെലിവറി ഒരു 3 തരത്തിലുള്ള ഡെലിവറി, 3 ടൈപ്സ് ഓഫ് ഡെലിവറി ഉണ്ട്. ദി ഫസ്റ്റ് വൺ ഈസ് എന്താണ്? ആക്ച്വൽ ഡെലിവറി. ആക്ച്വൽ ഡെലിവറിയിൽ എന്താ? ദി ഗുഡ്സ് ആർ ഫിസിക്കലി ഹാൻഡഡ് ഓവർ, അല്ലെങ്കിൽ ഇതിൻ്റെ പൊസഷൻ ഹാൻഡ് ഓവർ ചെയ്യുന്നു. സോ ഗുഡ്സ് ആർ ഹാൻഡഡ് ഓവർ ബൈ ദി സെല്ലർ ടു ദി ബയർ ഓർ ടു ഹിസ് ഓതറൈസ്ഡ് ഏജന്റ്. In case of actual delivery, goods are handed over to the buyer by the seller. സെല്ലർ ബയറിന് സാധനങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നു, ഫിസിക്കലി പൊസഷൻ കൈമാറ്റം ചെയ്യുന്നു. അതാണ് നമ്മളെന്താ ഡെലിവറി കൊണ്ട്, അല്ലെങ്കിൽ ആക്ച്വൽ ഡെലിവറി. ഇവിടെ ആക്ച്വലി പൊസഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി സെല്ലർ ടു ദി ബയർ. ഇതാണ് ആക്ച്വൽ ഡെലിവറി. The second type of delivery, that is symbolic delivery. Here delivery is done by indicating a symbol. ഒരു സിമ്പിളിലൂടെ, സിംബോളിക് ആയിട്ട് ഗിവിങ് എ സിമ്പിൾ. ഇവിടെ ഒരു സിംബോളിക് ഡെലിവറിയാണ്. അപ്പം അതിൻ്റെ അകത്ത് എന്താ? നമ്മൾ ഒരു ഗോഡൗണിൽ സാധനങ്ങൾ വെച്ച് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഓഫ് ദി ഗോഡൗൺ കീ ഇൻ വിച്ച് ഗുഡ്സ് ആർ സ്റ്റോർഡ്. ഇനി അതല്ല എങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഓഫ് ടൈറ്റിൽ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇനി അതല്ലെങ്കിൽ എന്താ? ഡെലിവറി ഓഫ് കീ ഇൻ കേസ് ഓഫ് എ മോട്ടോർ കാർ. ഇതിൻ്റെ മോട്ടോർ കാറിൻ്റെ എന്താ? കീ ഡെലിവർ ചെയ്താൽ മതി, കൈമാറ്റം ചെയ്താൽ മതി. ഇവിടെ മുഴുവൻ സാധനങ്ങളും ഹാൻഡ് ഓവർ ചെയ്യുകയല്ല ചെയ്യുന്നത്. സിംബോളിക്കലി ഗുഡ്സ് ആർ ഡെലിവേർഡ്. സോ ദാറ്റ് ഈസ് സിംബോളിക് ഡെലിവറി. ആക്ച്വൽ ഡെലിവറി ആണെങ്കിൽ ഗുഡ്സ് ആർ ഹാൻഡഡ് ഓവർ, കൈമാറ്റം ചെയ്യുന്നു. ഒരു ഫിസിക്കൽ ഹാൻഡ്ലിംഗ് ഓഫ് ദി ഗുഡ്സ് നടക്കുന്നുണ്ട്. സിംബോളിക് ഡെലിവറി ആണെങ്കിൽ എന്താ? ഒരു സിമ്പിൾ, സിംബോളിക്കലി ഗുഡ്സ് ആർ ഡെലിവേർഡ്. ഞാൻ ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്തേക്കുക. ദെൻ തേർഡ് വൺ ഈസ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി ഓർ ഡെലിവറി ബൈ അറ്റോൺമെൻറ്റ്. കൺസ്ട്രക്റ്റീവ് ഡെലിവറി ഇവിടെ എന്താ? വെൻ ഗുഡ്സ് ആർ in the custody of a third person, the third person acknowledges that he is keeping the goods, അല്ലെങ്കിൽ he is storing the goods on behalf of the buyer. അതാണ് നമ്മൾ എന്ത് മീൻ ചെയ്യുന്നത് അവിടെ? എന്താ? that is constructive delivery. So in case of constructive delivery, a third party acknowledges the possession of the goods on behalf of the buyer. അതാണ് നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ട് ഒരു തേർഡ് പാർട്ടി ബയറിന് വേണ്ടി സാധനങ്ങൾ കൈവശം വയ്ക്കുന്നതായിട്ട് അക്നോളജ് ചെയ്യുന്നു. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ്? അവിടെ ഒരു കൺസ്ട്രക്റ്റീവ് ഡെലിവറിയോ ഡെലിവറി ബൈ അറ്റോൺമെൻ്റ് ഉണ്ടാകുന്നു. അപ്പം ഒരു ബയറിന് വേണ്ടി സാധനങ്ങൾ ഒരു തേർഡ് പാർട്ടി കൈവശം വയ്ക്കുന്ന ഒരു അറേഞ്ച്മെൻ്റാണ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി ഓർ ഡെലിവറി ബൈ അറ്റോൺമെൻറ്റ്. നമ്മൾ ആ 3 ടൈപ്സ് ഓഫ് ഡെലിവറി ഓർത്തിരിക്കുക. ദെൻ മോഡ്സ്, അല്ലെങ്കിൽ നമ്മുടെ മോഡ്സ് ഓഫ് ഇഫക്റ്റീവ് ഡെലിവറി ഓഫ് ഗുഡ്സ് പ്രധാനമായിട്ട് ഈ 3 ടൈപ്സ് ആണ്. ദെൻ വാട്ട് ആർ ദ റൂൾസ് റിഗാർഡിംഗ് ഇഫക്റ്റീവ് ഡെലിവറി ഓഫ് ഗുഡ്സ്. ഈ ഇഫക്റ്റീവ് ഡെലിവറി ഓഫ് ഗുഡ്സിനെ ഗവേൺ ചെയ്യുന്ന ചില നിയമങ്ങളുണ്ട്.
സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഈ റൂൾസ് സെക്ഷൻ 33 to 38 കൊടുത്തിരിക്കുന്നത്. റൂൾസ് ഗവേണിംഗ് ദി ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ ദി സെല്ലർ ടു ദി ബയർ. ദി ഫസ്റ്റ് വൺ, പൊസഷൻ ഓഫ് ഗുഡ്സ്. ഇപ്പം ഡെലിവറിയിൽ എന്താ? ഡെലിവറി മസ്റ്റ് ഹാവ് ദി ഇഫക്റ്റ് ഓഫ് പുട്ടിംഗ് ദി ഗുഡ്സ് ഇൻ ദി പൊസഷൻ ഓഫ് ദി ബയർ. അതാണ് ആദ്യത്തെ ഒരു റൂളായിട്ട് പറയുന്നത്. ആദ്യത്തെ ഒരു റൂളാണ് എന്താണ്? പൊസഷൻ ഓഫ് ഗുഡ്സ്. സോ ഡെലിവറി നടന്നു കഴിഞ്ഞാൽ ദി ഡെലിവറി ഓഫ് ഗുഡ്സ് ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് ഷുഡ് ഹാവ് ദി ഇഫക്റ്റ് ഓഫ് പുട്ടിംഗ് ദി ഗുഡ്സ് ഇൻ ദി പൊസഷൻ ഓഫ് ദി ബയർ. ഡെലിവറി കൊണ്ട് അതാ മീൻ ചെയ്യുന്നത് ബയറിൻ്റെ കൈവശത്തിലേക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന രീതിയിലായിരിക്കണം ഡെലിവറി നടക്കുന്നത്. അപ്പം ബയറിൻ്റെ കൈവശമോ അല്ലെങ്കിൽ ബയറിൻ്റെ ഓതറൈസ്ഡ് ഏജൻറ്റിൻ്റെ കൈവശമോ ഗുഡ്സ് എത്തിക്കുക. ഫിസിക്കലി ഹാൻഡ് ഓവർ ചെയ്യുന്ന പോലെ തന്നെ പൊസഷൻ നമ്മളെന്താ കൈമാറ്റം അവിടെ നടന്നിരിക്കണം. പൊസഷൻ ഷുഡ് ബി ഓവർ. പൊസഷൻ നമുക്കെന്താ ട്രാൻസ്ഫേർഡ്. ഇവിടെ ട്രാൻസ്ഫർ ചെയ്യണം പൊസഷൻ. എന്താണ് ആദ്യത്തെ ഒരു റൂൾ റിഗാർഡിംഗ് പൊസഷൻ ഓഫ് ഗുഡ്സ്. ദെൻ സെക്കൻഡ് വൺ, ഡിമാൻഡ് ഫോർ ഡെലിവറി ഓഫ് ഗുഡ്സ്. ഡെലിവറി റിഗാർഡിംഗ് ദി ഡെലിവറി റൂൾ പറയുന്നത് എന്താണ്? ദി ഡെലിവറി മസ്റ്റ് ബി ഡിമാൻഡഡ് ബൈ ദി ബയർ ഓൺലി ദെൻ ദി സെല്ലർ ഈസ് ഹാവിങ് എ ഡ്യൂട്ടി ടു ഡെലിവർ ദി ഗുഡ്സ്. അപ്പോൾ ബയർ ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ ഡെലിവറി നടത്തുക. സോ പ്രയർ ടു ദി ഡെലിവറി സെല്ലർ മസ്റ്റ് ഗെറ്റ് എ ഡിമാൻഡ് ടു റിക്വസ്റ്റ് ഫ്രം ദി ബയർ. ബയർ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി നടത്തിയാൽ മതി. ദെൻ ബയർ റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ സെല്ലറിന് ഡെലിവറി നടത്താനുള്ള ഒരു ലീഗൽ ഓബ്ലിഗേഷൻ ഉണ്ടാകുന്നുള്ളൂ. ഇതാണ് രണ്ടാമത്തെ റൂൾ. ദെൻ മൂന്നാമത്, പ്ലേസ് ഫോർ ഡെലിവറി ഓഫ് ഗുഡ്സ്. ഇനി എവിടേക്കാണ് ഗുഡ്സ് ഡെലിവർ ചെയ്യേണ്ടത്? അതും ബയറിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് if the place of delivery is mentioned in the contract or afterwards when demand for delivery made by the buyer, if he mentions any place, then goods has to be delivered to that place. ആ സ്ഥലത്തേക്ക് ഡെലിവറി നടത്തണം. കോൺട്രാക്ട് ഓഫ് സെയിലിൽ ഒരു പ്ലേസ് പറയുന്നുണ്ടെങ്കിൽ ആ പ്ലേസിലേക്ക്, അല്ലെങ്കിൽ ഒരു ബയർ ഡിമാൻഡ് ഫോർ ഡെലിവറി നടത്തുമ്പോൾ ആ ഡിമാൻഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്ലേസിലേക്ക്. ഇവിടെ പ്ലേസ് തീരുമാനിക്കുന്നത് ആരാ? ബയറാണ്. ബയർ ക്യാൻ ഡിസൈഡ് ദി പ്ലേസ് ഓഫ് ഡെലിവറി, ദാറ്റ് ഈസ് പ്ലേസ് ഫോർ ഡെലിവറി ഓഫ് ഗുഡ്സ്. ദെൻ ടൈം ഫോർ ഡെലിവറി ഓഫ് ഗുഡ്സ്. ടൈം ഫോർ ഡെലിവറി ഓൾസോ ഷുഡ് ബി ഡിസൈഡഡ് ബൈ ദി ബയർ. അതിൻ്റെ ടൈം തീരുമാനിക്കുന്നതും ബയറാണ്. ദെൻ ഇഫ് നത്തിങ് ഈസ് മെൻഷൻ ദി കോൺട്രാക്ട് ഓഫ് സെയിൽ, ദി ഗുഡ്സ് മസ്റ്റ് ബി ഡെലിവേർഡ് അറ്റ് എ റീസണബിൾ ടൈം. റീസണബിൾ സമയത്ത് വേണം അത് ചെയ്യാനായിട്ട്. ഒരു സാധാരണ റീസണബിൾ ടൈം നിശ്ചിത കാലാവധിക്കുള്ളിൽ ഡ്യൂറിങ് ദി വർക്കിംഗ് അവേഴ്സിൽ വേണം. അതുപോലെ വർക്കിംഗ് ഡേയ്സിൽ വേണം. കണ്ടീഷൻസൊക്കെ പറഞ്ഞിരിക്കുന്നത്. ദെൻ ടൈം ഫോർ ഡിമാൻഡ്. ഇനി ബയർ ഡിമാൻഡ് ചെയ്യുന്നൊരു സമയം പറയുന്നുണ്ട്. ദി ബയർ മസ്റ്റ് ഡിമാൻഡ് ദി ഡെലിവറി ഓഫ് ഗുഡ്സ് അറ്റ് എ റീസണബിൾ അവർ. വർക്കിംഗ് അവറിലായിരിക്കണം അല്ലെങ്കിൽ റീസണബിൾ അവറിലായിരിക്കണം. അതുപോലെ തന്നെ സെല്ലർ മസ്റ്റ് ഓൾസോ ഡെലിവർ ദി ഗുഡ്സ് അറ്റ് എ റീസണബിൾ അവർ. റീസണബിൾ അവർ സാധാരണയായിട്ടുള്ള വർക്കിംഗ് അവേഴ്സാണ്. ബയർ ഡിമാൻഡ് ചെയ്യുന്നതും സെല്ലർ ഡെലിവറി നടത്തുന്നതും റീസണബിൾ അവറിലായിരിക്കണം. ദെൻ ഗുഡ്സ് ഇൻ ദി പൊസഷൻ ഓഫ് എ തേർഡ് പേഴ്സൺ. ഇനി ഗുഡ്സ് ഒരു തേർഡ് പാർട്ടിയുടെ പൊസഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ എന്താണ്? ദി തേർഡ് പാർട്ടി മസ്റ്റ് അക്നോളജസ് ദാറ്റ് he is keeping the possession on behalf of the buyer, or the third party must acknowledge that he is keeping the goods for the buyer. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതൊരു ഡെലിവറിയുടെ ഇഫക്റ്റ് വരുന്നുള്ളൂ. സോ അറ്റ് ദി ടൈം ഓഫ് സെയിൽ ഇഫ് ദി ഗുഡ്സ് ആർ ഇൻ ദി പൊസഷൻ ഓഫ് ദി തേർഡ് പേഴ്സൺ, ഇപ്പം സെയിൽ നടക്കുമ്പോൾ ഗുഡ്സ് ഒരു തേർഡ് പേഴ്സണിൻ്റെ കസ്റ്റഡിയിലാണ് എങ്കിൽ the effective delivery take place when the person acknowledges to the buyer. ആരുടെ കൈവശമാണോ ഗുഡ്സ് ഇരിക്കുന്നത് അയാൾ അക്നോളജ് ചെയ്യുന്നു, അയാൾ ബയറിനെ അറിയിക്കുന്നു that he holds the goods on buyer's behalf. അപ്പോൾ തേർഡ് പാർട്ടി ബയറിനെ അറിയിക്കുകയാണ്, ഞാൻ ഈ സാധനങ്ങൾ കൈവശം വയ്ക്കുന്നത്
നിനക്ക് വേണ്ടിയാണ്. അങ്ങനെ ഒരു അക്നോളജ്മെന്റ് ബയറിന് കിട്ടിക്കഴിയുമ്പോൾ ഈ ഗുഡ്സ് ഡെലിവറി നടത്തതായിട്ട് കണക്കാക്കപ്പെടും. വെൻ ദി ഗുഡ്സ് ആർ ഇൻ ദി പൊസിഷൻ ഓഫ് എ തേർഡ് പേഴ്സൺ, ദെൻ എക്സ്പെൻസസ് ഫോർ ഡെലിവറി ഓഫ് ഗുഡ്സ്, ഈ ഡെലിവറിയുടെ എക്സ്പെൻസസ് ആരാണ് വഹിക്കേണ്ടത്? എക്സ്പെൻസസ് ഫോർ പുട്ടിംഗ് ദി ഗുഡ്സ് ഇൻ ടു എ ഡെലിവറബിൾ കണ്ടീഷൻ, സാധനങ്ങളെ ഡെലിവറബിൾ കണ്ടീഷനിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എക്സ്പെൻസസ് സെല്ലറും ഇത് റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എക്സ്പെൻസസ് ബയറുമാണ് നോർമലി വഹിക്കുന്നത്. അപ്പം അതോർത്തിരിക്കുക. അപ്പം ദി എക്സ്പെൻസ് ഓഫ് പുട്ടിംഗ് ദി ഗുഡ്സ് ഇൻ എ ഡെലിവറബിൾ സ്റ്റേജ് ഈസ് ബോൺ ബൈ ദി സെല്ലർ ആൻഡ് ദി എക്സ്പെൻസ് ഓഫ് റിസീവിംഗ് ദി ഗുഡ്സ് ബോൺ ബൈ ദി ബയർ. എക്സ്പെൻസസ് ഫോർ ഡെലിവറി ഓഫ് ഗുഡ്സ്, ദെൻ പാർട്ട് ഡെലിവറി ഓഫ് ഗുഡ്സ്, ഭാഗികമായിട്ടാണ് ഡെലിവറി, പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ഡെലിവറി നടക്കുന്നതെങ്കിൽ then sometimes during the process of delivery the whole lot of goods, a part of delivery is made by the seller. അപ്പോൾ ഭാഗികമായിട്ടാണ് ചിലപ്പോൾ ഡെലിവറി നടത്തുന്നതെങ്കിൽ this is generally done when huge quantity of goods is to be delivered. അങ്ങനെ എന്താ, ഒരു വലിയ ക്വാണ്ടിറ്റി ആയിട്ട് സാധനങ്ങൾ ഡെലിവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ ലോഡ് ബൈ ലോട്ടായിട്ടും ഡെലിവർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ലോഡ് ബൈ ലോട്ടായിട്ടാണ് സാധനങ്ങൾ ഡെലിവർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഷുഡ് ബി സ്പെസിഫിക്കലി മെൻഷൻ ഇൻ ദി കോൺട്രാക്ട് ഓഫ് സെയിൽ. സാധനങ്ങൾ അല്ലെങ്കിൽ ഡെലിവറി നടത്തുന്ന ലോഡ് ബൈ ലോട്ടായിട്ടാണെങ്കിൽ ഇക്കാര്യം കോൺട്രാക്ട് ഓഫ് സെയിലിൽ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ദാറ്റ്സ് പാർട്ട് ഡെലിവറി ഓഫ് ഗുഡ്സ്. ഭാഗികമായിട്ട് പാർട്ട് ബൈ പാർട്ട് ആണെങ്കിൽ അത് ആ കോൺട്രാക്ട് ഓഫ് സെയിലിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. The ninth point, delivery of wrong quantity. ഇനി തെറ്റായ ക്വാണ്ടിറ്റി ആണ് സെല്ലർ ബയറിന് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ റൂൾസ് എന്തൊക്കെയായിരിക്കും? സോ ഇത് സെക്ഷൻ 37 കൊടുത്തിട്ടുണ്ട്. അപ്പം റോങ് ഡെലിവറി ക്യാൻ ബി എന്താ, എക്സസ് ക്വാണ്ടിറ്റി ആകാം, ദെൻ ഷോർട്ട് ഡെലിവറി ആകാം, പറഞ്ഞിരിക്കുന്നതിനേക്കാളും കുറഞ്ഞ ക്വാണ്ടിറ്റി ആകാം, പറഞ്ഞിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഷോർട്ട് ഡെലിവറി, എക്സസ് ഡെലിവറി ആൻഡ് മിക്സ് ഡെലിവറി, 3 തരത്തിലുണ്ടാകാം. അപ്പോൾ ഷോർട്ട് ഡെലിവറി എന്താ, ആ കോൺട്രാക്ട് ഓഫ് സെയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതിനേക്കാളും കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ഡെലിവറി നടത്തുന്നതെങ്കിൽ ഇൻ കേസ് ഓഫ് ഷോർട്ട് ഡെലിവറി ദി ബയർ ക്യാൻ ഐദർ റിജക്ട് ദി ഗുഡ്സ് ഓർ റിജക്ട് ദി ഡെലിവറി ആൻഡ് റെപ്യൂഡിയേറ്റ് ദി കോൺട്രാക്ട്, or he can accept the part delivery and make payment for that only. രണ്ട് കാര്യം ചെയ്യാം. പാർട്ട് ഡെലിവറി ആണ് എങ്കിൽ അപ്പം he may reject the goods, അല്ലെങ്കിൽ he may accept the good and make the part payment in case of short delivery. then excess delivery ആണെങ്കിൽ ഇതുപോലെ തന്നെ, excess delivery ആണെങ്കിൽ he can accept the quantity agreed upon and reject the remaining part, reject the excess quantity, or he can accept the whole quantity and pay for that. അപ്പോൾ എക്സസ് ക്വാണ്ടിറ്റി അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഹി ഈസ് ഹാവിങ് ദി ഫ്രീഡം ടു റിജക്ട് ദാറ്റ് എക്സസ് ക്വാണ്ടിറ്റി. ഇനി അതല്ല എങ്കിൽ ഫുൾ ക്വാണ്ടിറ്റി അക്സെപ്റ്റ് ചെയ്യുക, പേയ്മെൻറ്റ് കൊടുക്കുക. ഇനി മിക്സ് ക്വാണ്ടിറ്റി, ഇപ്പം മിക്സ് ഡെലിവറിയാണ് വന്നിരിക്കുന്നത്. ഇപ്പം ബയർ വാങ്ങിയിരിക്കുന്ന സാധനങ്ങൾ മറ്റ് സാധനങ്ങളുടെ മിക്സ് ചെയ്തിട്ടാണ് അയക്കുന്നതെങ്കിൽ ഇവിടെയും എന്താ, ബയർ ഓർഡർ കൊടുത്തിരിക്കുന്ന ആ ക്വാണ്ടിറ്റി മാത്രം അല്ലെങ്കിൽ ആ ഗുഡ്സ് മാത്രം അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടോട്ടലി ഹി ക്യാൻ റിജക്ട് ദാറ്റ്. ഇവിടെയെല്ലാം ബയറിനാണ് ഫ്രീഡം. ഇത് അക്സെപ്റ്റ് ചെയ്യുക റിജക്റ്റ് ചെയ്യാനുള്ള ഫ്രീഡം വന്നിരിക്കുന്നത് ബയറിനായിരിക്കും. ഒരു മിക്സ് ഡെലിവറി ആണെങ്കിൽ എന്താ, ഹി ക്യാൻ അക്സെപ്റ്റ് ദി ഗുഡ്സ്, വിച്ച് ആർ ഇൻ അക്കോർഡൻസ് വിത്ത് ദി കോൺട്രാക്ട് ഓഫ് സെയിൽ ആൻഡ് റിജക്ട് ദി റെസ്റ്റ്. or he can totally reject, മുഴുവനായിട്ടും റിജക്റ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ എന്താ ഒരു ഡെലിവറി സംബന്ധിച്ചിടത്തോളം ഡെലിവറി ഓഫ് ദി റോങ് ക്വാണ്ടിറ്റി ഡെലിവറി നടത്തിക്കഴിഞ്ഞാൽ വന്നിരിക്കുന്നത് ഈ 3 രീതിയിലാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഡെലിവറി ടു എ കാരിയർ ഓർ വാർഫിംഗർ. വെൻ ഗുഡ്സ് ആർ ഡെലിവേർഡ് ടു എ കാരിയർ ഓർ വാർഫിംഗർ, സോ that delivery is having an effect of an actual delivery. When goods are delivered to a carrier or wharfinger,
അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ, അതൊരു ആക്ച്വൽ ഡെലിവറി ആയിട്ടും അത് ബയറിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ടും ബയറിന് ആക്ച്വലി ഡെലിവർ ചെയ്തിരിക്കുന്നതായിട്ടും കണക്കാക്കുന്നു. ഡെലിവറി ടു എ കാരിയർ ഓർ വാർഫിംഗ്, that is given in section 39. The next is deterioration of goods during transit. ട്രാൻസിറ്റ് അല്ലെങ്കിൽ എന്താ, ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ക്വാണ്ടിറ്റി കുറയുന്നുണ്ട് എങ്കിൽ നോർമലി ആ നഷ്ടം ബയറായിരിക്കണം ടോളറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദി ലോ ഷുഡ് ബി ബോൺ ബൈ ദി ബയർ. കാരണം സെല്ലർ പറഞ്ഞിരിക്കുന്ന പ്ലേസിലല്ല, ബയർ പറയുന്ന പ്ലേസിലേക്കാണ് ഈ ഗുഡ്സ് എത്തിച്ചു കൊടുക്കുന്നതെങ്കിൽ if there is any deterioration in quantity during transit, then that loss has to be borne by the buyer unless otherwise provided in the contract of sale. കോൺട്രാക്ട് ഓഫ് സെയിൽ ഇതിന് വിരുദ്ധമായിട്ടൊരു കണ്ടീഷൻ പറയുന്നില്ല എങ്കിൽ നോർമൽ സർക്കംസ്റ്റാൻസസ് the loss due to deterioration during transit has to be borne by the buyer. Then buyer's right to examine the goods. സാധാരണഗതിയിൽ എന്താ, വാങ്ങുന്ന സാധനങ്ങൾ എക്സാമിൻ ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. So where the goods are delivered to the buyer who has not previously examined them. ഇപ്പം ഗുഡ്സ് ബയറിന് ഡെലിവർ ചെയ്തു, നേരത്തെ അത് എക്സാമിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഡെലിവർ ചെയ്യുന്ന സാധനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ സാധനങ്ങൾ എക്സാമിൻ ചെയ്യാനുള്ള ഒരു റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഹാസ് ടു ബി ഗിവൺ ടു ദി ബയർ. അപ്പം വെൻ ഗുഡ്സ് ആർ നോട്ട് പ്രീവിയസ്ലി എക്സാമിൻഡ്, നേരത്തെ എക്സാമിൻ ചെയ്യാത്ത സാധനങ്ങളാണെങ്കിൽ മാത്രമേ ഈ ഒരു ആനുകൂല്യം ബയറിന് കിട്ടുകയുള്ളൂ. ദെൻ ഇത്രയും കാര്യങ്ങളാണ്, ഒരു 12 പോയിന്റുകളാണ് ഡെലിവറിയുമായിട്ട്, റൂൾസ് റിഗാർഡിംഗ് ഡെലിവറി ഓഫ് ഗുഡ്സ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് അൺപെയ്ഡ് സെല്ലർ. ഒരു അൺപെയ്ഡ് സെല്ലറിൻ്റെ അവകാശങ്ങൾ. അൺപെയ്ഡ് സെല്ലർ ആ സാധനങ്ങൾ വിറ്റു, പക്ഷേ പണം കിട്ടിയില്ല. അൺപെയ്ഡ് സെല്ലർ സെക്ഷൻ 45 ഓഫ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലാണ് കൊടുത്തിരിക്കുന്ന അൺപെയ്ഡ് സെല്ലർ. റൂൾസ് റിഗാർഡിംഗ് അൺപെയ്ഡ് സെല്ലേഴ്സ്, റൈറ്റ് ആൻഡ് ഓൾ ഗിവൺ ഇൻ സെക്ഷൻ 45. Then as per section 45, a seller who has not received the price of the goods sold. Section 45 pragaram, a seller who has not received the price for the goods sold, vitta sadhanangal, or has received only a part of the price, is an unpaid seller. വിറ്റ സാധനങ്ങളുടെ പണം പൂർണ്ണമായിട്ട് കിട്ടാത്തയാളെ നമ്മളൊരു അൺപെയ്ഡ് സെല്ലറായിട്ട് കണക്കാക്കാം. ഒന്നും കിട്ടാത്ത ആൾക്കാരും പൂർണ്ണമായിട്ട് കിട്ടാത്ത ആൾക്കാരും കംപ്ലീറ്റ് ആയിട്ട് വിറ്റ സാധനങ്ങളുടെ വില കിട്ടുന്നത് വരെ സെല്ലർ ഈസ് കൺസിഡേർഡ് ആൻ അൺപെയ്ഡ് സെല്ലർ. ഇത് സെക്ഷൻ 45 ഓഫ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 പ്രകാരം പറയുന്നതാണ് അൺപെയ്ഡ് സെല്ലർ. ഹൗവർ എ സെല്ലർ ഈസ് നോട്ട് ആൻ അൺപെയ്ഡ് സെല്ലർ. അവിടെ വീണ്ടും പറയുന്നുണ്ട്, ഹൗവർ the seller is not an unpaid seller if the buyer has offered to pay the price. If the buyer had offered to pay the price, the buyer വില കൊടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു, but the seller has refused to accept it. സെല്ലർ എന്താണ്, അത് അക്സെപ്റ്റ് ചെയ്യാൻ വിസമ്മതിക്കുകയാണ് എങ്കിൽ the seller loses all the rights of an unpaid seller. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താ, ഒരു അൺപെയ്ഡ് സെല്ലറിനുള്ള എല്ലാ അവകാശങ്ങളും സെല്ലറിന് നഷ്ടമാകും. ബയർ പണം കൊടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ സെല്ലർ വിൽ ലൂസ് ഓൾ ഹിസ് റൈറ്റ്സ് ആസ് ആൻ അൺപെയ്ഡ് സെല്ലർ. ദെൻ റൂൾസ് റിഗാർഡിംഗ് അല്ലെങ്കിൽ റൈറ്റ്സ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ. ഒരു അൺപെയ്ഡ് സെല്ലറിൻ്റെ പ്രധാനപ്പെട്ട റൈറ്റ്സ് എന്തൊക്കെയാണ്? ഈ അൺപെയ്ഡ് സെല്ലറിൻ്റെ റൈറ്റ്സ് ഒക്കെ ഇതൊക്കെ വളരെ എക്സാമിനേഷൻ പോയിന്റിലൊക്കെ പ്രധാനപ്പെട്ടതാണ്. റൈറ്റ്സ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ. സാധനങ്ങൾ വിറ്റ സാധനങ്ങളെ വില കിട്ടുന്നില്ല എങ്കിൽ ആ അൺപെയ്ഡ് സെല്ലറിന്, വിറ്റ സാധനങ്ങളെ വില കിട്ടാത്ത സെല്ലറിന് എന്തൊക്കെ റൈറ്റ്സ് ആണുള്ളത്? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ക്ലിയർ ആയിട്ട് റൈറ്റ്സ് പറയുന്നുണ്ട്. ഇപ്പം 2 രീതിയിലുള്ള റൈറ്റ്സാണ് വന്നിരിക്കുന്നത്. റൈറ്റ് എഗൻസ്റ്റ് ദി ഗുഡ്സ് സോൾഡ്, വിറ്റ സാധനങ്ങളുടെ മേൽ സെല്ലറിന് അവകാശമുണ്ട്.
if he is an unpaid seller. Secondly, right against the buyer. ഇപ്പം നമുക്കെന്താ രണ്ട് തരത്തിലുള്ള അവകാശങ്ങളാണ്. വിറ്റ സാധനങ്ങളുടെ മേൽ അവകാശമുണ്ട്, ബയറിൻ്റെ മേൽ അവകാശമുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. റൈറ്റ് അഗൻസ്റ്റ് ദി ഗുഡ് സോൾ, വിറ്റ സാധനങ്ങളുടെ മേൽ എന്തൊക്കെ അവകാശമാണുള്ളത്? റൈറ്റ്സ് അഗൻസ്റ്റ് ദി ഗുഡ് സോൾ. 1. വേർ ദി ഓണർഷിപ്പ് ഓഫ് ദി ഗുഡ്സ് ആർ ട്രാൻസ്ഫേർഡ് ടു ദി ബയർ. അപ്പോൾ ആദ്യത്തെ ഒരു കണ്ടീഷൻ എന്താണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യം എന്താണ്? വിറ്റ സാധനങ്ങളുടെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഒരു അൺപെയ്ഡ് സെല്ലറിന് എന്തൊക്കെ റൈറ്റ്സ് ആണുള്ളത്? വിറ്റ സാധനങ്ങളുടെ മേൽ എന്തൊക്കെ റൈറ്റ്സ് ആണുള്ളത്? So where the ownership of goods is transferred to the buyer, the first one is right of lien. Right of lien, that is given in section 47 subsection 1. Lien right exercise ചെയ്യണമെന്നുണ്ടെങ്കിൽ goods must be in the possession of the seller. സെല്ലറിൻ്റെ പൊസഷനിലാണെങ്കിൽ മാത്രമേ ഈ ലീൻ റൈറ്റ് എക്സസൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, പക്ഷേ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എങ്കിൽ seller can exercise his right of lien. So seller can retain the goods sold until he receives the full payment of such goods. So then right of lien, even though the title is transferred from the seller to the buyer. ഇനി റൈറ്റ് ഓഫ് ലീൻ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരു അൺപെയ്ഡ് സെല്ലറിന് എക്സസൈസ് ചെയ്യാവുന്ന നോക്കാം. എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ്? ദി ഫസ്റ്റ് വൺ, ദി അൺപെയ്ഡ് സെല്ലർ മസ്റ്റ് ബി ഇൻ ആക്ച്വൽ പൊസഷൻ ഓഫ് ഗുഡ്സ് സോൾഡ്. അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ദി അൺപെയ്ഡ് സെല്ലർ മസ്റ്റ് ബി ഇൻ ആക്ച്വൽ പൊസഷൻ ഓഫ് ദി ഗുഡ്സ് സോൾഡ്. ഇഫ് ദി ഗുഡ്സ് ആർ നോട്ട് ഇൻ ദി പൊസഷൻ ഓഫ് ദി സെല്ലർ, ദെൻ ഹി കനോട്ട് എക്സസൈസ് റൈറ്റ് ഓഫ് ലീൻ. വിറ്റ സാധനങ്ങളുടെ ഉടമസ്ഥാവകാശം ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തു, പൊസഷൻ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, അത് സെല്ലറിൻ്റെ കൈവശമാണെങ്കിൽ ഹി ക്യാൻ എക്സസൈസ് ഹിസ് റൈറ്റ് ഓഫ് ലീൻ. Then the second one, the unpaid seller can retain the goods only for the payment of the price of goods. എന്തായി? only for the payment of the price of goods. അപ്പോൾ വിറ്റ സാധനങ്ങളുടെ വിലയ്ക്ക് പകരമായിട്ട് മാത്രമേ ഒരു അൺപെയ്ഡ് സെല്ലറിന് സാധനങ്ങൾ റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. he cannot retain the goods for any other charges. മറ്റ് ചാർജസിന് വേണ്ടി ഇത് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. Then third one, where the goods are sold on credit. ഇനി ക്രെഡിറ്റിനാണ്, കടമായിട്ടാണ് സാധനങ്ങൾ വിറ്റിരിക്കുന്നതെങ്കിൽ the unpaid seller can retain the goods if the buyer fails to pay the whole price after the expiry of the credit period. അപ്പം കടമായിട്ടാണ് സാധനങ്ങൾ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ക്രെഡിറ്റ് പീരീഡ് കഴിയുന്നതിനുള്ളിൽ, ക്രെഡിറ്റ് പീരീഡ് എക്സ്പയറി ആകുന്നതിന് മുമ്പ് ഉള്ളിൽ പൂർണ്ണമായിട്ടും പേയ്മെൻറ്റ് കിട്ടുന്നില്ല എങ്കിൽ അൺപെയ്ഡ് സെല്ലർ ക്യാൻ എക്സൈസ് റൈറ്റ് ഓഫ് ലീൻ. ക്രെഡിറ്റ് പീരീഡ് ആണെങ്കിൽ ആ ക്രെഡിറ്റ് പീരീഡ് എക്സ്പയർ ആകുന്നതിന് മുമ്പ് തന്നെ ഫുൾ പേയ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നില്ല എങ്കിൽ ദി അൺപെയ്ഡ് സെല്ലർ ക്യാൻ എക്സൈസ് ഹിസ് റൈറ്റ് ഓഫ് ലീൻ. ദെൻ വേർ ദി ബയർ ബിക്കംസ് ഇൻസോൾവെൻറ്റ്, വാങ്ങിയാൽ ഇൻസോൾവെൻ്റ് ആയി എന്നറിഞ്ഞു കഴിഞ്ഞാൽ ദി സെല്ലർ ക്യാൻ എക്സൈസ് റൈറ്റ് ഓഫ് ലീൻ. സാധനങ്ങൾ കൊടുക്കാതിരിക്കാം, റീറ്റെയിൻ ചെയ്യാം. കാരണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റിസീവറിൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രൊപ്പോർഷണൽ ഡിവിഡൻഡേ കിട്ടുകയുള്ളൂ. Then the fifth point, where the unpaid seller has delivered a part of the goods. ഭാഗികമായിട്ട് ഉടമസ്ഥാവകാശം പൂർണ്ണമായിട്ടും കൊടുത്തു, ഡെലിവറി ഭാഗികമായിട്ടാണ് ഡെലിവറി നടത്തിയിരിക്കുന്നതെങ്കിൽ he may exercise his lien on the remaining part of the goods. അങ്ങനെ ഭാഗികമായിട്ട് ഡെലിവറി നടത്തി, ഒരു 10,000 ബാഗ് സിമെൻ്റ് ആണ്, അത് 2,000 ബാഗ് ഓൾറെഡി ഡെലിവറി കഴിഞ്ഞെങ്കിൽ ബാക്കിയുള്ളത് റീറ്റെയിൻ ചെയ്യാം. ഒരു പാർഷ്യൽ ആയിട്ട് ഡെലിവറി നടത്തിയിട്ടില്ലെങ്കിൽ സെല്ലറിൻ്റെ കൈവശമുള്ള വസ്തുവിൻ്റെ മേൽ, ഗുഡ്സിൻ്റെ മേൽ ലീൻ റൈറ്റ് എക്സൈസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇതാണ് റിഗാർഡിംഗ് ദി സെല്ലേഴ്സ് റൈറ്റ് ഓഫ് ലീൻ. അപ്പോൾ ആദ്യത്തെ ഒരു അവകാശം എന്താണ്? റൈറ്റ് ഓഫ് ലീൻ. വിറ്റ സാധനങ്ങൾ പണം കിട്ടുന്നതുവരെ തടഞ്ഞു വയ്ക്കാനുള്ള ഒരു അവകാശം. ദ സെല്ലേഴ്സ് റൈറ്റ് അഗൈൻസ്റ്റ് ദി ഗുഡ്സ് സോൾഡ് ആണ്. ദി സെക്കൻഡ് റൈറ്റ് ഈസ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. Right of stoppage of goods in transit. The term stoppage of transit means the stopping of goods while they are in the course of transit. Stoppage of goods in transit means stopping the goods while they are in the course of transit. സെല്ലറിൻ്റെ ഗോഡൗണിൽ നിന്നും സാധനങ്ങൾ ബയറിൻ്റെ ഗോഡൗണിലേക്കുള്ളൊരു ട്രാൻസിറ്റിലാണ്.
മൂവ്മെൻറ്റിലാണ്. ഇങ്ങനെ ഈ മൂവ്മെൻറ്റ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് സെല്ലറിന് വേണമെങ്കിൽ ആ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുകയും സാധനങ്ങൾ തിരിച്ചയാളുടെ ഗോഡൗണിലേക്ക് വിളിക്കുകയും ചെയ്യാം. ഇഫ് ഹീസ് ആൻ അൺപെയ്ഡ് സെല്ലർ, ആ കോൺട്രാക്ട് ഓഫ് സെയിലിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസിന് വിരുദ്ധമായിട്ടാണ് ബയർ പ്രവർത്തിക്കുന്നതെങ്കിൽ ദി സെല്ലർ ക്യാൻ എക്സൈസ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ദെൻ ഈ സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എക്സൈസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പം നമുക്ക് റൈറ്റ് ഓഫ് ലീൻ എക്സൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില പ്രത്യേക സ്പെസിഫിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഫോർ exercising the right of stoppage of goods in transit, certain conditions has to be fulfilled. So what are those conditions? ആദ്യത്തെ കണ്ടീഷൻ എന്താ? ദി ബയർ ഹാസ് ബിക്കം ഇൻസോൾവെന്റ്. അപ്പം ബയർ ഇൻസോൾവെന്റ് ആണെന്നൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ദി അൺപെയ്ഡ് സെല്ലർ ക്യാൻ സ്റ്റോപ്പ് ദി ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് ഗെറ്റ് ബാക്ക് ദി ഗുഡ്സ്. ആദ്യത്തെ കണ്ടീഷനാണ് ദി ബയർ ഹാസ് ബിക്കം ഇൻസോൾവെന്റ്. ദെൻ സെക്കൻഡ്ലി, the seller must be unpaid. The unpaid seller can stop goods in transit only for the payment of the price of goods. അത് ലീൻ റൈറ്റ് പോലെ തന്നെ പ്രൈസ് ഓഫ് ഗുഡ്സിൻ്റെ പേയ്മെൻറ്റിന് വേണ്ടി മാത്രമേ സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് റൈറ്റ് എക്സൈസ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റു ചാർജുകൾക്ക് വേണ്ടി പറ്റില്ല. തേർഡ് വൺ, സെല്ലർ മസ്റ്റ് ഹാവ് പാർട്ടഡ് വിത്ത് പൊസഷൻ ഓഫ് ഗുഡ്സ്. സെല്ലറിൻ്റെ പാർട്ടഡ് വിത്ത്, ഇപ്പോൾ സെല്ലറിൻ്റെ കസ്റ്റഡിയിലായിരിക്കാൻ പാടില്ല. ദി ഗുഡ്സ് മസ്റ്റ് ബി ഇൻ ട്രാൻസിറ്റ്, മൂവ്മെൻറ്റിലായിരിക്കണം. Then the goods are in the course of transit. The goods have gone out of the actual possession of the seller, but they have not reached the possession of the buyer. അപ്പം സെല്ലറിൻ്റെ കൈവശത്തിൽ നിന്ന് ഈ സാധനങ്ങൾ മൂവ്മെൻറ്റ് ആരംഭിച്ചു, പക്ഷേ ബയറിൻ്റെ കൈവശം എത്തിയിട്ടില്ല. ബയറിൻ്റെ കൈവശം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഈ സ്റ്റോപ്പേജ് റൈറ്റ് അവിടെ ഉണ്ടാകുന്നില്ല. അപ്പം ഇത് രണ്ടാമത്തെ റൈറ്റ് എന്താണ്? ട്രാൻസിറ്റ്. ദെൻ ദി തേർഡ് റൈറ്റ്, right of an unpaid seller against the goods sold. The third one is right of resale. മറിച്ച് വിൽക്കുക. അപ്പം ലീൻ റൈറ്റ് എക്സൈസ് ചെയ്തു അല്ലെങ്കിൽ സ്റ്റോപ്പേജ് റൈറ്റ് എക്സൈസ് ചെയ്തു. ഇനി ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ the unpaid seller can sell the goods to another person. Right of resale that is given in section 54 subsection 2. Unpaid seller's right to resale is contained in section 54 subsection 2. അപ്പം അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? So an unpaid seller can exercise the right of resale in the following circumstances. അപ്പം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു അൺപെയ്ഡ് സെല്ലറിന് റൈറ്റ് ഓഫ് റീസെയിൽ എക്സൈസ് ചെയ്യാവുന്നത്, നടപ്പിലാക്കാവുന്നത്? ദി ഫസ്റ്റ് വൺ ഈസ് when the goods are of a perishable nature. When the goods are of a perishable nature, the unpaid seller can exercise the right of resale. കാരണം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ, അത് നശിച്ചു പോകും. അങ്ങനെ വരുന്ന കേസിൽ പെരീഷബിൾ നേച്ചർ ആണെങ്കിൽ അൺപെയ്ഡ് സെല്ലറിന് ആ സാധനങ്ങൾ ഇമ്മീഡിയറ്റ്ലി അത് മറിച്ച് വിൽക്കാം. അതൊരു പ്രധാനപ്പെട്ട റൈറ്റാണ്. when the goods are of perishable nature. Secondly, when the unpaid seller has exercised the right of lien or right of stoppage in transit. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? അൺപെയ്ഡ് സെല്ലർ അയാളുടെ റൈറ്റ് ഓഫ് ലീനോ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റോ എക്സൈസ് ചെയ്തു. then and gives notice to the buyer of his intention to resell the goods. അപ്പം റൈറ്റ് ഓഫ് ലീനോ അല്ലെങ്കിൽ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റോ എക്സൈസ് ചെയ്തതിന് ശേഷം ആവശ്യമായ റീസണബിൾ നോട്ടീസ് ബയറിന് കൊടുത്തു. ഇപ്പം എന്താ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്? ഇൻറ്റിമേറ്റിംഗ് ദാറ്റ് അൺലെസ് ദി എമൗണ്ട് ഈസ് പെയ്ഡ് വിത്തിൻ എ റീസണബിൾ ടൈം ദി ഗുഡ്സ് വിൽ ബി റീസോൾഡ്. ആഫ്റ്റർ ഗിവിംഗ് എ റീസണബിൾ നോട്ടീസ് ആൻഡ് ആഫ്റ്റർ ഗിവിംഗ് എ റീസണബിൾ ടൈം then the unpaid seller can exercise the right of resale. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. then മൂന്നാമത്, where the seller expressly reserves the right of resale. കോൺട്രാക്ട് ഓഫ് സെയിലിൽ തന്നെ അല്ലെങ്കിൽ സെയിൽ എഗ്രിമെൻറ്റിൽ തന്നെ സെല്ലർ റൈറ്റ് ഓഫ് റീസെയിൽ എക്സ്പ്രസ് ആയിട്ട് തന്നെ റിസർവ് ചെയ്യുന്നുണ്ട് എങ്കിൽ
ഒരു അൺപെയ്ഡ് സെല്ലർ ആയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഹി ക്യാൻ എക്സൈസ് റൈറ്റ് ഓഫ് റീസെയിൽ. അവർ റൈറ്റ് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ടീസ് കൊടുക്കാതെ തന്നെ വേണമെങ്കിൽ ഈ റൈറ്റ് എക്സൈസ് ചെയ്യാവുന്നതാണ് പറയുന്നത്. ദെൻ where the ownership of goods has not transferred to the buyer or right of withholding delivery, ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, പക്ഷെ പിന്നീട് എന്താണ് അത് sometimes the ownership of goods sold is not transferred to the buyer, then the unpaid seller has a right of withholding the delivery of goods if the buyer fails to pay the price. അപ്പോൾ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്തിട്ടില്ല എങ്കിൽ, പണം കിട്ടുന്നില്ല എങ്കിൽ എന്താ, the unpaid seller has a right to withhold property goods. He can withhold the property, കൈവശം വെച്ചുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ ആ ഗുഡ്സ് കൈവശം വെച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു അവകാശമുണ്ട് if the buyer fails to pay the price. Then രണ്ടാമത്തെ റൈറ്റ് അഗൈൻസ്റ്റ് ദി ബയർ. ഇപ്പോൾ അൺപെയ്ഡ് സെല്ലറിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, റൈറ്റ് എന്തൊക്കെയാണ്? റൈറ്റ് അഗൈൻസ്റ്റ് ദി ഗുഡ്സ് സോൾഡ്, സെക്കൻഡ്ലി റൈറ്റ് അഗൈൻസ്റ്റ് ദി ബയർ. Then unpaid seller has the following right against the buyer. Then suit for price. ഒന്നെന്താ, unpaid seller can sue the buyer for getting the price, that is section 55. Then secondly, suit for damages for non acceptance of goods. ഗുഡ്സ് ഡെലിവർ ചെയ്തു, ബയർ അത് അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല, അതിൻ്റെ വിലയും കൊടുക്കുന്നില്ല എങ്കിൽ, ഇൻ അഡീഷൻ ടു പ്രൈസ് ദി അൺപെയ്ഡ് സെല്ലർ ക്യാൻ സ്യൂ ഫോർ ഡാമേജസ് ഓൾസോ. സോ സ്യൂ ഫോർ ഡാമേജസ് ഫോർ നോൺ അക്സെപ്റ്റൻസ് ഓഫ് ഗുഡ്സ്, അതാണ് രണ്ടാമത്തെ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു റൈറ്റ് അതാണ്. ദെൻ മൂന്നാമത്, സ്യൂട്ട് ഫോർ ഡാമേജസ് ഫോർ റെപ്യൂഡിയേഷൻ ഓഫ് ദി കോൺട്രാക്ട് ബിഫോർ ദി ഡ്യൂ ഡേറ്റ് ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ്. ഇനി ബയർ കോൺട്രാക്ട് റെപ്യൂഡിയേറ്റ് ചെയ്യുന്നു, where the buyer repudiate the contract before the due date of delivery of goods, then the seller can എന്താണ്, seller can claim damages. സെല്ലറിന് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാം. ഡെലിവറി നടത്തുന്നില്ല, ഡെലിവറിക്ക് മുമ്പ് തന്നെ, ഡെലിവറി ഡേറ്റിന് മുമ്പ് തന്നെ ബയർ ഏകപക്ഷീയമായിട്ട് ആ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറുകയാണ് എങ്കിൽ പണം റിക്കവർ അല്ല, വില റിക്കവർ ചെയ്യാനായിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. only the unpaid seller can sue for damages, നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാനേ സാധിക്കുകയുള്ളൂ. Then suit for interest, when there is a specific agreement between the seller and buyer as to interest on the price of goods from the date on which payment becomes due. ഇനി പേയ്മെന്റ് ഡ്യൂ ആകുന്ന ദിവസം തൊട്ട് ആക്ച്വൽ പേയ്മെന്റ് നടക്കുന്ന ദിവസം വരെ ആ എമൗണ്ടിൻ്റെ മേൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാമെന്ന് സ്പെസിഫിക് ആയിട്ട് എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ദി സെല്ലർ ക്യാൻ ചാർജ് ഇൻട്രസ്റ്റ് ഓൾസോ. പക്ഷെ അതെന്താണ്, അത് ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കണം. ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് തൊട്ട് ആക്ച്വൽ പേയ്മെൻറ്റ് വരെയുള്ള ആ കാലാവധിയിലേക്കുള്ള ഈ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ ആൻ അൺപെയ്ഡ് സെല്ലേഴ്സ് റൈറ്റ് എഗൻസ്റ്റ് എന്താണ്, എഗൻസ്റ്റ് ദി ബയർ, ബയറിനെതിരെയുള്ള അവകാശങ്ങളാണ്. അപ്പം 4 തരത്തിലുള്ള അവകാശങ്ങളുണ്ട്. വൺ ഈസ് സ്യൂട്ട് ഫോർ പ്രൈസ്, സ്യൂട്ട് ഫോർ ഡാമേജ് ഫോർ നോൺ അക്സെപ്റ്റൻസ് ഓഫ് ഗുഡ്സ്, ദെൻ തേർഡ് വൺ സ്യൂട്ട് ഫോർ ഡാമേജ് ഫോർ റെപ്യൂഡിയേഷൻ ഓഫ് ദി കോൺട്രാക്ട് ബിഫോർ ഡ്യൂ ഡേറ്റ് ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ്, ദെൻ ഫോർത്ത് വൺ ഈസ് അൺപെയ്ഡ് സെല്ലർ ക്യാൻ സ്യൂ ഫോർ ഇൻട്രസ്റ്റ് ഇഫ് ദാറ്റ് ഈസ് സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ ദി കോൺട്രാക്ട്. ഈ 4 കാര്യങ്ങൾ അൺപെയ്ഡ് സെല്ലറിന് ബയറിനെതിരെ എക്സൈസ് ചെയ്യാവുന്ന അവകാശങ്ങളാണ്. ദെൻ നെക്സ്റ്റ് ഈസ് ബയേഴ്സ് റൈറ്റ് എഗൻസ്റ്റ് ദി സെല്ലർ. ഒരു സെല്ലറിനെതിരെ ബയറിനും കുറേ അവകാശങ്ങളുണ്ട്. സെല്ലറിന് ബയറിനെതിരെ റൈറ്റ്സ് ഉള്ളതുപോലെ അതെന്തൊക്കെയാണെന്ന് നോക്കാം. സ്യൂട്ട് ഫോർ ഡാമേജസ് ഫോർ നോൺ ഡെലിവറി ഓഫ് ഗുഡ്സ്. ഒന്നാമത്തെ അവകാശം എന്താ, സ്യൂട്ട് ഫോർ ഡാമേജസ് ഫോർ നോൺ ഡെലിവറി ഓഫ് ഗുഡ്സ്. If goods are not delivered in time, or if goods are not delivered in accordance with the terms of the contract of sale, then the buyer can sue for damages. അതാണ് ആദ്യത്തെ, the buyer can sue for damages. ബയർ പണം കൊടുക്കുന്നില്ല, പക്ഷേ ബയറിന് വന്നിരിക്കുന്ന നഷ്ടങ്ങൾക്ക് sue for damages. Then secondly, sue for specific performance. ഇനി അതല്ല എങ്കിൽ the buyer can sue for specific performance. The buyer can sue so that the court must instruct the seller to deliver the goods. Specific performance, specific performance damages കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ കേസ് കൊടുക്കാം. Sue for specific performance, that is given in section 58. Then
സ്യൂട്ട് ഫോർ ബ്രീച്ച് ഓഫ് വാറണ്ടി. ഇനി ഒരു വാറണ്ടി ബ്രീച്ച് ആകുകയാണെങ്കിൽ എന്താ? ബ്രീച്ച് ഓഫ് വാറണ്ടി, then the buyer can sue for damages as he cannot repudiate the contract. A breach of warranty will not give a right to repudiate the contract. അതേസമയം ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ആണെങ്കിൽ the other party can repudiate the contract. But in case of breach of warranty, no such right is there. The buyer can only sue for damage in case of breach of warranty. Then sue for damage for repudiation of the contract by the seller before the due date of delivery of goods. Delivery of goods ന്റെ ഡ്യൂ ഡേറ്റിന് മുമ്പ് if the seller repudiate the contract, സെല്ലർ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ the buyer can sue for damages. ബയറിന് ഉണ്ടായിരിക്കുന്ന നഷ്ടം നികത്തുന്നതിന് വേണ്ടി കേസ് കൊടുക്കാം. buyer can sue for damages. സെല്ലർ പിന്മാറുകയാണെങ്കിൽ ബയറിന് കേസ് കൊടുക്കാം ഡാമേജസിന്, ബയർ പിന്മാറുകയാണെങ്കിൽ സെല്ലറിനും കേസ് കൊടുക്കാം, രണ്ടുമുണ്ട്. Then sue for interest, that is section 61 subsection 2 subsection B ലാണ്. Where there is a specific agreement between the buyer and seller as to interest on the amount paid for delivery of goods, the buyer may file a suit against the seller for recovery of interest in case of breach of contract. സെല്ലർ എന്താണ്? ബയർ ഇതിൻ്റെ പണം അടച്ചു, ഡെലിവറി നടക്കുന്നില്ല, ഡെലിവറി സാധനങ്ങൾ കിട്ടുന്നില്ല എങ്കിൽ ആ എമൗണ്ട് റിട്ടേൺ ആയിട്ട് കിട്ടുന്നവരെയുള്ള കാലാവധിയിലേക്ക് ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയും കേസ് കൊടുക്കാം. ഈ പറഞ്ഞിരിക്കുന്നത് ബയറിൻ്റെ റൈറ്റ്സ് ആണ്. ദെൻ നൗ വി ഷാൽ ഡിസ്കസ് അബൌട്ട് ഓപ്ഷൻ സെയിൽ. ലേലം മുഖാന്തരമുള്ള വിൽപ്പന, ഓപ്ഷൻ സെയിൽ. സോ എ സെയിൽ ബൈ ഓപ്ഷൻ ഈസ് എ പബ്ലിക് സെയിൽ where different intending buyers try to outbid each other. ഇപ്പം നമ്മൾ ലേലം വിളിച്ച് സാധനങ്ങൾ വിൽക്കുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ്, പബ്ലിക് സെയിലാണ്. അവിടെ ലേലത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഒരു ലേലത്തിലൂടെ, ഒരു ഓപ്ഷൻ സെയിലിലൂടെ ഔട്ട്ബിഡ് ചെയ്യുന്നു. ഏറ്റവും കൂടിയ തുക ആരാണോ പറയുന്നത് അയാൾക്കത് കിട്ടും. ദി ഗുഡ്സ് ആർ അൾട്ടിമേറ്റ്ലി സോൾഡ് ടു ദി ഹയസ്റ്റ് ബിഡർ. സോ ഇൻ കേസ് ഓഫ് an auction sale, goods are ultimately sold to the highest bidder. The auctioneer who sells the goods by auction is an agent of the seller. ഇങ്ങനെ ലേലം വിളിച്ച സാധനങ്ങൾ വിൽക്കുന്ന ആ ഓപ്ഷനിയർ സെല്ലറിൻ്റെ ഒരു ഏജന്റ് മാത്രമാണ്. ദാറ്റ് ഈസ് ഓണർ. ആർക്ക് വേണ്ടിയാണോ? സെല്ലർ എന്ന് പറഞ്ഞാൽ ഓണർ ഓഫ് ഗുഡ്സ് ആണ്. ഓപ്ഷനിയർ ഈസ് ഓൺലി ആൻ ഏജന്റ് ഓഫ് ദി ട്രൂ ഓണർ ഓർ സെല്ലർ. Then his relationship with the owner of goods is governed by the general principles of law relating to agency. ഒരു ഓപ്ഷനിയറും സെല്ലറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ഏജൻസി റിലേഷൻഷിപ്പാണ്. കാരണം ഇൻ കേസ് ഓഫ് an auction sale, the seller is acting on behalf of the owner of the goods. Then rules regarding auction sale. The law of auction sale is contained in section 64 of the Sale of Goods Act. ഓപ്ഷൻ സെയിലുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ സെക്ഷൻ 64ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ അതിലെ പ്രധാനപ്പെട്ട റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുഡ്സ് പുട്ട് അപ്പ് ഫോർ സെയിൽ ഇൻ ലോട്ട്സ്. ഇപ്പോൾ സാധാരണയായിട്ട് എന്താ, ലോട്ടുകളായിട്ടായിരിക്കും സാധനങ്ങൾ ഒരു ഓപ്ഷൻ സെയിലിൽ വയ്ക്കുന്നത്. വേ ഗുഡ്സ് ആർ പുട്ട് അപ്പ് ഫോർ സെയിൽ ഇൻ ലോട്ട്സ്, ഈച്ച് ലോട്ട് ഈസ് prima facie deemed to be the subject of a separate contract of sale. ഓരോ ലോട്ടും ലേലം ചെയ്യുമ്പോൾ എന്താ, അത് ഓരോ ലോട്ടും ഒരു സെപ്പറേറ്റ് കോൺട്രാക്ട് ഓഫ് സെയിൽ ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. വെൻ ഗുഡ്സ് ആർ സോൾഡ് ഇൻ ലോട്ട്സ്, ലേലം വിളിക്കുന്ന പല പല ലോട്ടുകളായിട്ടാണെങ്കിൽ ഈ ഓരോ ലോട്ടും ഓരോ സെപ്പറേറ്റ് കോൺട്രാക്ട് ഓഫ് സെയിൽ ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ, കംപ്ലീഷൻ ഓഫ് സെയിൽ. ദി സെയിൽ ഈസ് കംപ്ലീറ്റ് വെൻ ദി ഓപ്ഷനിയർ അനൗൺസസ് ഇറ്റ് കംപ്ലീഷൻ ബൈ ഫോൾ ഓഫ് ദി ഹാമർ ഓർ ഇൻ സം അതർ കസ്റ്റമറി മാനർ. സാധാരണഗതിയിൽ എന്താ, ഓപ്ഷനിയറിൻ്റെ കൈവശമുള്ള ഒരു ഹാമർ അടിക്കുമ്പോഴാണ്, പുട്ടിംഗ് ഡൗൺ ദി ഹാമർ. അപ്പം അതോടുകൂടി ഈ ഓപ്ഷൻ സെയിൽ കംപ്ലീറ്റ് ആയിട്ട് കണക്കാക്കും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോമൺലി അക്സെപ്റ്റഡ് മാനറിലും ഈ സെയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. റൈറ്റ് ഓഫ് സെല്ലർ ടു ബിഡ്. ചില സാഹചര്യങ്ങളിൽ എന്താണ്, സെല്ലറിനും ഇതിൽ ബിഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ സെല്ലറിന് ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ ആ കാര്യം ഓപ്ഷൻ സെയിലിന് മുമ്പ് തന്നെ അനൗൺസ് ചെയ്തിരിക്കും. ദെൻ സെയിൽസ് നോട്ട് നോട്ടിഫൈഡ് സബ്ജക്ട് റൈറ്റ് ടു ബിഡ്. വേർ ആൻ ഓപ്ഷൻ സെയിൽ ഈസ് നോട്ട് നോട്ടിഫൈഡ്. ഓപ്ഷൻ സെയിലാണെങ്കിൽ ഇത് ഓപ്ഷൻ സെയിലാണ് എന്നുള്ള കാര്യം സ്പെസിഫിക് ആയിട്ട് വെളിപ്പെടുത്തിയിരിക്കണം, നോട്ടിഫൈ ചെയ്തിരിക്കണം.
A right to bid may be where an auction sale is not notified, it is not lawful for the seller to bid. ഇനി ഓപ്ഷൻ സെയിൽ ആണെന്ന് ഡിക്ലെയർ ചെയ്യാത്ത സെയിലുകളിൽ the seller will not have a right to bid. സെല്ലറിന് അതിലെന്താ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. Then റിസർവ് പ്രൈസ്, ഒരു സെല്ലറിന് അല്ലെങ്കിൽ ഓപ്ഷൻ സെയിലിൽ ഒരു നിശ്ചിത വില റിസർവ് പ്രൈസ് ആയിട്ട് തീരുമാനിക്കാം. ആ വിലയ്ക്ക് മുകളിൽ ബിഡ്സ് ഉണ്ടാകുന്നില്ല എങ്കിൽ ആ ഗുഡ്സ് വിൽക്കാതെ മാറ്റിവെക്കാം. സോ ദി സെയിൽ മേ ബി നോട്ടിഫൈഡ് ടു ബി സബ്ജക്ട് ടു എ റിസർവ് ഓർ അപ്സെറ്റ് പ്രൈസ്. ഇപ്പോൾ എന്താ നമുക്കൊരു ബേസ് പ്രൈസ് വയ്ക്കാം. ഈ വിലയ്ക്ക് മുകളിൽ ആരെങ്കിലും ലേലം വിളിക്കുന്നുണ്ടെങ്കിൽ മാത്രം വിറ്റാൽ മതി. അതർവൈസ് ആ ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആ ഒരു ലോട്ടിൻ്റെ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അതെന്താ റിസർവ് പ്രൈസ്, അത് നേരത്തെ അനൗൺസ് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ. ദെൻ യൂസ് ഓഫ് പ്രിറ്റൻഡഡ് ബിഡിംഗ്. If the seller makes use of pretended bidding to raise the price, the sale is voidable at the option of the buyer. ആക്ച്വൽ ബിഡ് നടക്കുന്നില്ല, പക്ഷേ സെല്ലർ എന്താ വില മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രിറ്റൻഡഡ് ആയിട്ടൊരു ബിഡിങ് നടത്തുകയാണ് എങ്കിൽ ബയറിന് അതിൽ നിന്ന് പിന്മാറാനുള്ള റൈറ്റ് ഉണ്ട്. എന്താ ദി സെയിൽ ഈസ് വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി ബയർ. സെയിൽ വോയിഡബിൾ ആയിട്ട് മാറും. ഇനി അത് ഹയസ്റ്റ് ബിഡറിന് പിന്നീടാണ് മനസ്സിലാകുന്നത്. ഇടയ്ക്കെന്താ ആരും വിളിച്ചില്ല, പക്ഷേ ഓപ്ഷനിയർ പ്രിട്ടൻഷനിലൂടെ വില കൂട്ടുകയായിരുന്നു ചെയ്തത്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ്, അത് വോയിഡബിൾ ആയിട്ട് മാറും. വേണമെങ്കിൽ ബയറിന് കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാം, അല്ലെങ്കിൽ ഈ ഒരു വാങ്ങലിൽ നിന്ന് പിന്മാറാൻ സാധിക്കും. ദെൻ നോക്കൗട്ട് ഓർ എഗ്രിമെന്റ് നോട്ട് ബിഡ് അഗൈൻസ്റ്റ് ഈച്ച് അതർ. ഇതൊരു സെപ്പറേറ്റ് അറേഞ്ച്മെന്റ് ആണ്, പല ഗ്രൂപ്പുകളായിട്ട് വരുന്നു. അവർ പരസ്പരം ലേലം വിളിക്കാതിരിക്കുക. ലേലം വിളിക്കാതിരുന്ന് കഴിയുമ്പോൾ എന്താണ്, ഇതിൽ ഒരു ഗ്രൂപ്പിന് കുറഞ്ഞ വിലയ്ക്ക് ഇത് കിട്ടുകയും നേട്ടമുണ്ടാകുകയും ചെയ്യാൻ സാധിക്കും. സോ വേർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഫോം എ കോമ്പിനേഷൻ ടു പ്രിവെന്റ് കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദംസെൽസ്. അപ്പോൾ അവർ നേരത്തെ അവർക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. ആൻഡ് അറേഞ്ച് ദാറ്റ് ഓൺലി വൺ ഓഫ് ദം വിൽ ബിഡ്. ഇപ്പം ഗ്രൂപ്പ് അവരൊരു അറേഞ്ച്മെന്റ് നടത്തി, നേരത്തെ ഒരു അറേഞ്ച്മെന്റ് നടത്തി, അവരുടെ കോമ്പറ്റീഷൻ ഒഴിവാക്കുന്നു. ഇവരിൽ ഒരു ചെറിയ ഗ്രൂപ്പ് മാത്രമേ ഈ ഒരു ലേലത്തിൽ പങ്കെടുക്കുകയുള്ളൂ. ദെൻ that they will dispose of anything so obtained privately among themselves. ഇപ്പം ഇങ്ങനെ ലേലത്തിൽ പങ്കെടുത്ത് കിട്ടുന്ന ആ ലാഭം എന്താ, ഈ ഗ്രൂപ്പുകാർക്കിടയിൽ സ്വകാര്യമായിട്ട് അവർ വിഭജിച്ചെടുക്കും. അങ്ങനെ ഒരു പ്രൈവറ്റ് അറേഞ്ച്മെന്റ് നടത്തുന്നു. സച്ച് എ കോമ്പിനേഷൻ ഈസ് കോൾഡ് നോക്കൗട്ട്. അപ്പം ഇങ്ങനെ ഒരു കോമ്പിനേഷനാണ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് എന്താണ്, ഒരു പ്രൈവറ്റ് അറേഞ്ച്മെന്റിലൂടെ വരുന്ന ആൾക്കാർ എന്താണ്, ഈ ഒരു ഗ്രൂപ്പിനെയാണ് നോക്കൗട്ട് എന്നറിയപ്പെടുന്നത്. ആൻഡ് ഈസ് ഇല്ലീഗൽ. ഇത് ഇല്ലീഗൽ അല്ല. ഓപ്ഷൻ നിയമപ്രകാരം ഇങ്ങനെ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു, ഒരു ഓപ്ഷൻ സെയിലിൽ പങ്കെടുക്കുന്നു, ഇല്ലീഗൽ അല്ല, അത് അലൗഡ് ആണ്. നോക്കൗട്ട് ഈസ് അലൗഡ് ഇൻ ഓപ്ഷൻ സെയിൽ. ദെൻ ബട്ട് ഇഫ് ദി ഇന്റൻഷൻ ഓഫ് ദി പാർട്ടീസ് ടു നോക്കൗട്ട് ഈസ് ടു ഡീഫ്രോഡ് എ തേർഡ് പാർട്ടി. ഇനി ഒരു തേർഡ് പാർട്ടിയെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്റൻഷൻ, അങ്ങനെ ഒരു ഇന്റൻഷനോട് കൂടിയാണ് നോക്കൗട്ട് ഗ്രൂപ്പ് പങ്കെടുക്കുന്നതെങ്കിൽ then the knockout will become illegal. അങ്ങനെ വരുന്ന കേസിൽ എന്താണ്, ഈ നോക്കൗട്ട് ഒരു ഇല്ലീഗൽ ആയിട്ട് മാറുന്നു. ആൻഡ് ദിസ് ഈസ് ദി എൻഡ് ഓഫ് അവർ സിലബസ്. ഇതോടുകൂടി ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൻ്റെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഇതൊരു 72 ഇൻസ്ട്രക്ഷണൽ അവേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിതൊരു 10.5 ഇൻസ്ട്രക്ഷണൽ അവറിലേക്ക് ചുരുക്കി കഴിഞ്ഞപ്പോൾ, എന്നിരുന്നാലും ഏകദേശം ഒരു എല്ലാ കാര്യങ്ങളും തന്നെ കവറപ്പ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കൈവശമുള്ള ടെക്സ്റ്റ് ബുക്കുകളും ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായാൽ നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ വന്നിരിക്കുന്ന ഈ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വീണ്ടും ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി സ്റ്റഡി ചെയ്യുക. ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.